ഒരു തുടക്കക്കാരന്റെ പിഴവെന്ന നിലയിൽ കെവിൻ അതിനെ പരിഗണിച്ചതും അവനെ ചേർത്ത് നിർത്തിയതൊക്കെ ദേവിക പറഞ്ഞിരുന്നു. അവന്റെ അച്ഛനെന്ന നിലയിൽ എനിക്ക് അളവറ്റ നന്ദിയുണ്ട്. അയ്യോ അങ്കിൾ, എന്നെ നന്ദന്റെ സ്ഥാനത്ത് കണ്ടാൽ മതി. ദേവിക്ക് നന്ദനും അറിയാം. പഠിക്കുന്ന കാലം മുതൽ ഞാൻ കൂട്ടുകാരുടെ ശരിയും തെറ്റും മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവനാ. നന്ദനൊരു അബദ്ധം സംഭവിച്ചു, അറിഞ്ഞുകൊണ്ട് വരുത്തിയതുമല്ല. അങ്ങനൊരു സമയത്ത് ചേർത്ത് നിർത്തുക എന്നുള്ളത് തന്നെയാ ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമ. ആൻറ്റി, അങ്ങനെ വേണ്ടേ ചെയ്യാൻ? അതെ. എന്തായാലും ഒരു ദിവസം കെവിൻ ഫാമിലിയായിട്ട് ഇങ്ങോട്ട് വരണം. കുടുംബക്കാരും ഒന്ന് പരസ്പരം അറിയട്ടെ. തീർച്ചയായിട്ടും അങ്ങളെ. പപ്പയ്ക്ക് അറിയാം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം. സത്യം പറയാലോ, എന്റെ പപ്പ ഒരു കറകളഞ്ഞ VDF കാരനാ. സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഗ്രൂപ്പുകാരനാടാ ഞാനെന്ന് ഇന്നലെയും പറഞ്ഞു. ആ പിന്നെ MLA, ഞാനും എന്റെ ചങ്കും കൂടെ പുറത്തേക്കൊന്ന് പോവാ, വെറുതെ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടിട്ട്. അയ്യോ അങ്ങളെ, ഒരു ഗ്ലാസ് ബിയർ പോലും ഞാൻ ഇവന് വാങ്ങി കൊടുക്കില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ല. അയ്യോ, അത്രയ്ക്ക് അങ്ങ് പുണ്യവാളനാവല്ല കെവിനെ. പണ്ട് ഊട്ടിയിൽ വെച്ച് നന്ദനയും കൊണ്ട് ബാറിൽ കയറി പാട്ടും കൂത്തുമായി അവസാനം പോലീസ് വന്ന കഥയൊക്കെ എനിക്കറിയാം. നീ ആള് കൊള്ളാലോ, എല്ലാം അച്ഛനോട് തുറന്നു പറയുന്ന ആളാണല്ലേ നീ. വേഗം റെഡിയേ, ചെല്ലടാ ചെല്ലടാ. കെവിൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. കെവിൻ നന്ദുവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കെവിൻ നന്ദുവിന്റെ പഴയ പ്രശ്നം വീണ്ടും വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു തോന്നല്. കാരണം ഇടയ്ക്ക് സന്തോഷവാനായിരുന്നു നന്ദു, ഇപ്പോ വീണ്ടും ഗ്ലൂമി ആയി തുടങ്ങിയതുപോലെ. ദേവിക, നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പേടിച്ചും സംശയിച്ചും നന്ദനെ കൂടുതൽ കുഴപ്പത്തിലാക്കരുത്. ഓഫീസിൽ സംഭവിച്ചത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളത് വിട്ടേക്ക്. അങ്കിളെ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. പ്രഭ, ഒരു കോഫി എടുക്ക. അമ്മേ, എന്താ മോളെ? അതാ ഞാനും ചോദിക്കുന്നേ, എന്താ ആകെ എന്തോ പ്രശ്നത്തിൽപ്പെട്ട പോലെ. എന്ത് പ്രശ്നം? നീ പോയി ഫ്രഷായി വന്നേ, ഞാൻ കാപ്പി എടുക്കാം ഇപ്പോ. ആ, അമ്മയ്ക്കെന്നെ പറഞ്ഞു വിടാൻ ധൃതിയാണല്ലോ. എന്നാ ഞാൻ പോണില്ല. എന്നാ പോണ്ട, ഇവിടെ നിന്നോ. എന്താ അമ്മേ, എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഏയ്, ഒന്നുമില്ല, ദേഷ്യം കാണിച്ചൊന്നുമല്ല. മോള് ചെല്ല്. ഇന്നലെ രാത്രി നന്ദു അമ്മയെ കണ്ടപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചായിരുന്നോ? എന്ത് കാര്യം? അല്ല, ഇന്നലെ നന്ദു വന്നതിന് ശേഷം അമ്മ ആകെ ഡള്ളായത്. എന്താ അമ്മേ, നന്ദുവിന് വീണ്ടും എന്തെങ്കിലും വിഷമമുള്ളതായിട്ട്? അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നതാ ഞാൻ വന്നപ്പോ കണ്ടത്. അമ്മ കരയായിരുന്നു. എന്താ, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണോ മോളെ? അമ്മേ, എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയണം. തീർച്ചയായും മോളെ, ഞാൻ മോളെ അറിയിക്കും. എന്താ
പുറത്ത് അറിയിക്കുമെന്ന്. ആ, അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാ ഞാൻ അറിയിക്കുമെന്ന്. ഓ അങ്ങനെ. ഓ, അപ്പോ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. എന്തു പ്രശ്നം? എന്തോ ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് മുഖം മാറ്റുമ്പോഴും പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എനിക്ക്. ചിലപ്പോ തോന്നലാവാം. നന്ദു എന്നിൽ നിന്ന് എന്തോ ഒളിപ്പിക്കും പോലെ തോന്നുക. ഇപ്പതേ അമ്മയും എന്നോട് ഒരകൽച്ച കാണിക്കും പോലെ. എന്താ ഈ പറയുന്നേ? അമ്മ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നേ? സത്യം പറ. അമ്മയുടെ മനസ്സിൽ സങ്കടം എന്തോ തടഞ്ഞു വെച്ചിരിക്കല്ലേ? മോളെ, വേണ്ട, പറയണ്ട. എനിക്കങ്ങനെ തോന്നിയതാവും. അതെ, പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആ, നന്ദൻ കൂടെയുണ്ട്. ആ, ശരി. ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും നമ്മളെ സഹായിച്ച ആരാണെന്ന് നീ പറയുന്നില്ലല്ലോ. കൃത്യം തെളിവുകൾ നമുക്കെതിരെയുണ്ട്. എന്നിട്ടും DYSP നമ്മളെ വിട്ടയച്ചു. ഇപ്പൊ വിട്ടയിച്ചത് വലിയ കുഴപ്പമായോ? ഇടം അതല്ല, അത്രയും ഉന്നതനായ ഒരാൾ ഇടപെട്ടിട്ടല്ലേ നമ്മളെ വെറുതെ വിട്ടത്. ഇടം ആരാ ദൈവദൂതൻ? പറയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കെവിനെ, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ നിന്റെ ബൈബിൾ വചനം? എടാ, ബൈബിൾ വചനങ്ങൾ കേട്ടാ പോരാ, കണ്ടു തന്നെ അറിയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ വെള്ളം തെളിച്ച് സ്നാനം ചെയ്യിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്തൊരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. അവന്റെ വരവിനായി കാത്തിരിക്കാം. എടാ, ആരുടെ കാര്യം നീ പറയുന്നേ? എടാ, വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങെത്തും. നിന്നെ നേരിട്ട് കാണുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അവന്റെ വരവിനായി കാത്തിരിക്കാം.
മീറ്റ് മിസ്റ്റർ നന്ദൻ. പോവല്ലേ? ഇസബെല്ല, ഞാൻ ഹാപ്പിയായി. നീ എന്നെ മറന്നിട്ടില്ലല്ലോ. കോളേജിൽ നിന്ന് പിരിഞ്ഞ് ഇത്ര വർഷമായിട്ടും എന്നെ കണ്ടുടനെ നീ ഓർമ്മിച്ചല്ലോ. താങ്ക് യു. ഇസബെല്ല ഇപ്പൊ എവിടുന്ന് വരുന്നു? മാനത്തൊന്ന് പൊട്ടി വീണതല്ലെന്നറിയാലോ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് നന്ദൻ. അല്ല, നിങ്ങൾ തമ്മിൽ കാണാറുണ്ടായിരുന്നോ? ഇപ്പൊ ഇസബെല്ല എവിടെ താമസിക്കുന്നേ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നോ? അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ എന്നെ കണ്ടപ്പോ ഞെട്ടലാണോ അതോ ത്രില്ലാണോ അതോ പേടിയാണോ അതോ പെട്ടെന്ന് ദേവിക മനസ്സിൽ വന്നോ? നീ അവനെ ചുമ്മാ വരട്ടാതെ. നന്ദൻ എപ്പോഴും ആ പഴയ പാവം നന്ദൻ തന്നെയാ അല്ലേ കെവിൻ? ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ആ പാവം നന്ദൻ. അതിരിക്കട്ടെ, ജീവിതം എങ്ങനെ പോകുന്നു? ഹാപ്പി അല്ലേ? നീ എന്ത് ചെയ്യുന്നു ഇസബെല്ല? PG കംപ്ലീറ്റ് ചെയ്തോ? ഇപ്പൊ എന്താ പരിപാടി? PG ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോ സാമൂഹ്യ സേവന നന്ദൻ. നമുക്ക് വേണ്ടപ്പെട്ടവരെ സഹായിക്കുക. എന്തെങ്കിലും ചാരിറ്റി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണോ? ഹേയ്, അങ്ങനൊന്നുമല്ല. അപ്പൊ പിന്നെ എന്ത് സഹായം ആൾക്കാർക്ക് ചെയ്യുന്നേ? എങ്ങനെ സഹായിക്കുന്നേ? പറയാം. ഇപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലാണെന്ന് ഇരിക്കട്ടെ. അതിന് കൊലക്കേസായാലും ശരി, ഞാൻ ഇടപെട്ട് ഇറക്കും. പോരെ? ഇതിലും വലിയ സഹായം ആര് ചെയ്യും? അല്ല, ഇസബെല്ല? അതേടാ, ഇസബെല്ല ഋഷി കേസിൽ ഇടപെട്ട് നമ്മളെ രക്ഷിച്ചത്. ഇസബെല്ല കാരണമാ DBSP നമ്മളെ വിട്ടയച്ചതും. നീ ചോദിച്ചില്ലേ നമ്മളെ രക്ഷിച്ച ദൈവദൂതൻ ആരാണെന്ന്? ആ അവതാരേ ഇസബെല്ലയാ. സത്യമാണോ? സത്യമാണോന്നോ? നന്ദനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. നന്ദന് വേണ്ടി ഞാൻ എന്റെ ജീവൻ തന്നെ കൊടുക്കും. അതറിയാലോ. സത്യത്തെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കെവിനെ, നിനക്കിതൊക്കെ അറിയായിരുന്നോ? മുമ്പ് ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസബെല്ലയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇസബെല്ലയുടെ പപ്പയുടെ അനിയനാ
DVSP ഐസക് കുരുവിള. DVSP ലോകത്ത് ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇവളുടെ വാക്ക് മാത്രമാണ്. ഹലോ, DYSP ഐസക് കുരുവിള. റെക്കമെൻഡേഷൻ ഒന്നും നടക്കത്തില്ല. ആരാ സംസാരിക്കുന്നത്? സാർ, പോ, അവനെ വിളിച്ചോളൂ പോ. അതെ നന്ദൻ, പാപ്പന് കുഞ്ഞുങ്ങളില്ല. ഞാനാ പാപ്പന്റെ മോള്. ഞാൻ ആവശ്യപ്പെട്ടതൊന്നും പാപ്പൻ ജീവിതത്തിൽ തട്ടിക്കളഞ്ഞിട്ടില്ല. കെവിൻ വിളിച്ച് നിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഷോക്ക്ഡായിപ്പോയി. പക്ഷെ പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നന്ദന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം കർത്താവായിട്ട് കൊണ്ടുവന്നതുപോലെയാ എനിക്ക് തോന്നിയത്. എനിക്ക് നന്ദനെ രക്ഷിച്ചേ പറ്റുള്ളായിരുന്നു. സർവീസ് ലൈഫിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത ആദർശധീരനായ ഐസക് കുരുവിള ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഒരു ക്രൈമിന് കൂട്ടുനിന്നു. ഞാൻ പാപ്പനോട് ശക്തമായിട്ട് വാദിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ഞാൻ പാപ്പനുമായിട്ട് സംസാരിക്കില്ലെന്ന്. അതില് പാപ്പൻ വീണു. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. ആ പഴയ കോളേജ് ഹീറോയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസിൽ അവസാനിച്ച സൗഹൃദം ദാ വീണ്ടും ശക്തമാകാൻ പോകുന്നു. അതെ, എക്സാക്ട്ലി. എന്തായാലും നമ്മളെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അങ്ങോട്ട് കണ്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എടാ നന്ദ, ഫോമല്ലാവല്ലേ. നിന്നെയൊക്കെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാ ഞാനിപ്പോ. ആ പിന്നെ നിങ്ങൾ പാപ്പനെ ഒന്ന് കണ്ട് നന്ദി പറയണം. തീർച്ചയായും ഞാൻ പോയി കാണാം. പാപ്പനാ വിളിക്കുന്നേ. നിങ്ങൾ ചെല്ലുന്ന കാര്യം ഞാൻ എന്തായാലും പറയുന്നില്ല. ഒരു മിനിറ്റ്. ആ പാപ്പ, ആ പറഞ്ഞു പാപ്പ. എടാ, നീ എന്താ എന്നോട് ഇതുവരെ ഒന്നും പറയാഞ്ഞേ? ഇസബെല്ല പറഞ്ഞതാ, നേരിട്ട് കണ്ട് അവള് തന്നെ പറഞ്ഞോളാന്ന്. നിന്നെ രക്ഷിക്കാൻ അവസാനം ഇസബെല്ല തന്നെ വന്നല്ലോടാ. എന്താ പാപ്പ? പ്ലീസ് പാപ്പ, ആദ്യമായിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ദേ, ഇതിന്റെ പേരിൽ എന്നോട് പിണങ്ങല്ലേ പ്ലീസ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടല്ലേ. താങ്ക് യു പാപ്പ. ശരി. ഇതെന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പറ്റി? ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം പകർച്ചവ്യാധിയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്താ ദേവിക? എനിക്കല്ല മുരളേട്ടാ, മുൻപത് നന്ദൂനായിരുന്നു. ഇപ്പൊ അത് നന്ദൂന്റെ അമ്മയ്ക്ക് പകർന്നു തോന്നുന്നു. എന്താ ഈ പറയുന്നത്? അതെ മുരളേട്ടാ, മുൻപ് നന്ദു എങ്ങനെയാണോ പെരുമാറിയിരുന്നത്, ഇപ്പോ അമ്മയും അതേ രീതിയിലാ. ഒരു ചെറിയ ടെൻഷൻ മുഖത്ത് കാണാം. എപ്പോഴും എന്തോ ആലോചനയിലാ. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ ഒരു ഞെട്ടല്. അതെന്താ? അന്ന് പൂജയും മന്ത്രമൊക്കെ ചെയ്തത് വെറുതെയാ. നന്ദുവിന് ആ പഴയ മൂകത തിരിച്ചു വന്ന പോലെ തോന്നുക. കെവിൻ മുമ്പ് പറഞ്ഞല്ലോ, നന്ദുവിന്റെ പിടിപ്പുകേട് കൊണ്ട് കെവിന്റെ കമ്പനിക്ക് സംഭവിച്ച നഷ്ടം അത് തന്നെ ഒരു കള്ളക്കഥയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. ഏയ്, അതൊക്കെ സത്യം തന്നെ ആയിരിക്കും. കെവിൻ അങ്ങനെ കള്ളം പറയൂ? കെവിൻ കള്ളം പറയില്ല. എന്നാലും ഞാനങ്ങ് സംശയിച്ചു പോവാ മുരളേട്ടാ. നന്ദന്റെ അവസ്ഥയിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അത് ഞാൻ സമ്മതിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായിട്ട് ഞാൻ കാണുന്നത് എന്നോടുള്ള അകൽച്ചയാണ്.
അത് മുരളേട്ടന്റെ സംശയം മാത്ര. ഒരിക്കലും നന്ദു മുരളേട്ടനോട് അകലം സൂക്ഷിക്കില്ല. ഇനിയും അഥവാ മുരളേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നന്ദുവിന്റെ ഇപ്പോഴത്തെ മൊത്തത്തിലുള്ള സാഹചര്യം കൊണ്ടായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ കെവിനെ പോലെയുള്ള വലിയ ബിസിനസ്സുകാരന്റെ ബിസിനസ് പങ്കാളിയായപ്പോ ഒരു ഡ്രൈവറിനെ കൂട്ടുകാരനാണെന്ന് പറയാൻ മടിയായിരിക്കും. എന്താ ഈ പറയുന്നേ? ഇതിപ്പോ നന്ദുവിനേക്കാളും കഷ്ടത്തിലായല്ലോ മുരളേട്ടന്റെ കാര്യം. എന്റെ മുരളേട്ട, നന്ദു ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണെന്ന് മുരളേട്ടന് തോന്നുന്നുണ്ടോ? പിന്നെന്താ അവന്റെ മാറ്റത്തിന്റെ അർത്ഥം? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നേ. നന്ദു ഒട്ടും വ്യക്തമായിട്ടൊന്നും പറയുന്നുമില്ല. ദേവിക ടെൻഷൻ ആവണ്ട, എല്ലാം നന്നായിട്ട് വരും. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോവാം. എമ്മലെ വണ്ടി കയറ്, നമുക്ക് ഓഫീസിൽ പോവാം. ഇനി പറ, എന്താ വന്ന കാര്യം? ഞങ്ങള് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. നന്ദിയോ? എന്ത് നന്ദി?